സൂപ്പർമാനെ മറ്റേ സോളോ മൂവി എന്ന് എന്റെ ഒരു സോളോ മൂവി വരാൻ ഇനി നേരത്താണ് കത്തിക്കും കേട്ടോ. അതിപ്പോ എന്റെ അവസ്ഥ ഏതാണ്ട് അങ്ങനെ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സൂപ്പർ. നമ്മളാണ് സൂപ്പർ ഹീറോസ്. സൂപ്പർ ടെസ്റ്റിനെ വേണ്ടിയിട്ട് പോയി കോമിക് റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എവിടെ പോയാലും മിക്കാച്ച കോമിക് ക്രിയേറ്റർ എന്ന രീതിക്കാണ് അറിയപ്പെടുന്നതോ. പലരും ചോദിക്കുന്നുണ്ട് ബ്രോയുടെ കോമിക് ബുക്ക് കളക്ഷൻ പറ അല്ലെങ്കിൽ കാണിച്ച. സോ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്റെ കോമിക് ബുക്ക് കളക്ഷൻ ആണ്. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഞാൻ എടുത്തപ്പോഴുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുക. അടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. So guys, this is my first ever physical comic. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കോമിക് ബുക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്നത് എനിക്ക് കിട്ടുന്നത് ഇതാണ്. തോർ നമ്മുടെ ജേസൺ ആരൻ, ഐ തിങ്ക് ജേസൺ ആരനിലാണ്. സോ ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് എന്റെ അമ്മ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. താങ്ക് യു അമ്മ. ബട്ട് ഈ കോമിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ കോമിക്സ് എവർ ക്രിയേറ്റഡ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് തോർ കോമിക് സ്റ്റോറി ലൈൻസ് ഐ ഹാവ് എവർ സീൻ. പലർക്കും ആ ഒരു അഭിപ്രായമാണ്. വളരെ നല്ലൊരു കോമിക് സ്റ്റോറി ലൈനാണ് ഇത് ഫോളോ ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ പല സംഭവങ്ങളും എന്താ പറയാ ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി പോലത്തെയാണ്. ഇത് എല്ലാ കോമിക്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ബട്ട് ഈ ബാക്ക് സൈഡിൽ ഈ മറ്റേ അവര് ആദ്യം വെച്ച കോൺസെപ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞോളൂ. ഇതിൽ കൊടുത്തിരിക്കുന്നത് 1300 ബട്ട് എന്താ പറയാ വില നോക്കിയാൽ നമ്മൾ ചെയ്ത അഫ്കോഴ്സ് കോമിക് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തിനും നമ്മളെ കാശിന് വേണ്ടി ചെയ്ത ആദ്യം തന്നെ പറയാണ്. നിങ്ങൾ പൈസ നോക്കിയാൽ കോമിക് കളക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു സത്യമാണ്. ഇത് ഒരു ആദ്യമായിട്ട് കോമിക്സ് മാർവൽ DC കുറിച്ച് കൊണ്ടുവരാത്തവർക്ക് ഒരു കോമിക് വായിച്ചേ പറ്റൂ എന്നൊരു ആഗ്രഹമുണ്ട്, നിർബന്ധമാണെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും. വളരെ നല്ലൊരു കോമിക്കാണ്. സോ നമുക്ക് അടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കുറച്ച് ആളിച്ച് പെശകാണ്. ഡെഡ്പൂൾ കിൽസ് ദ മാർവൽ യൂണിവേഴ്സ് അല്ലേ? അതെ, കിൽസ് ദ മാർവൽ യൂണിവേഴ്സ്. സോ ഈ സംഭവം ഇവിടെ നിങ്ങൾക്ക് കാണാം. പാരന്റൽ അഡ്വൈസറി നോട്ട് ഫോർ കിഡ്സ്, കൊച്ചുകുട്ടികൾക്കുള്ളതല്ല. ഇത്ര വയലൻസ് ആണ്. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്താണ് ടീസർ പോലെയൊരു വയലൻസ് ആണ്. പക്ഷെ ഇതിന്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അതല്ല, ഞാൻ ഉള്ളിലോട്ടല്ലേ കാണിക്കുന്നത്. സോ ഇതാണ് ഇതിന് ഓപ്പണിംഗ് പേജിങ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വയലന്റ് ആയിട്ടുള്ള സെറ്റപ്പ് സാധനമാണ്, കണ്ടറിയാം. അങ്ങനത്തെ ഒരു ലൈറ്റ് സാധനമാണ് ഇത്. ബേസിക്കലി ഒരു ലോജിക്ക് നോക്കി എടുക്കേണ്ട ഒരു കോമിക്കല്ല. ഒരു എന്താ പറയാ ഒരു ഫണ്ണായിട്ട് ലോജിക്ക് മാറ്റി ചേർക്കേണ്ട ഒരു കോമിക്കാണ്. ഒരു നല്ലൊരു സ്റ്റോറി ലൈനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ബട്ട് എന്താ ഒരു പോപ്പുലർ, എങ്ങനെയോ ഈ സാധനം പോപ്പുലറായി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോശം പറഞ്ഞത് ആൻഡ് ഇതിന്റെ 4 ഇഷ്യൂകൾ അടങ്ങുന്ന ഒരു ഓംനിബസ് കളക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിന്റെ വിലയും ഞാൻ മറന്നു. പിറകെ കൊടുത്തിരിക്കുന്ന വില വെച്ച് നമുക്ക് നോക്കാൻ പറ്റുന്ന ഓൺലൈൻ അല്ല, ഇത് ഓൺലൈൻ അല്ല. ഇവിടെ മാതൃഭൂമി ട്രിവാൻഡ്രത്ത് മാതൃഭൂമിയിലെ എക്സ്പോ വന്നു, മാതൃഭൂമി വന്നു, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പെട്ടെന്ന് കണ്ടു അവിടെ ക്യാച്ച് ചെയ്തതായി സാധനം കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നൈസാണ്. ബട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. സാധനം ഈ സാധനം റയറാണ്. പറയുമ്പോ ചുമ്മാ പറയുന്നതല്ല. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി ഗോളറ്റ്. സാധനം പഴയ കോമിക്കാണ്. ഐ തിങ്ക് 80s or 90s ഉള്ളതാണ്. നമ്മുടെ ഇൻഫിനിറ്റി വാർ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ കഥ ഓൾമോസ്റ്റ് ഇതിൽ നിന്നാണ് അവർ ലൂസ്ലി ബേസ്ഡ് ഓൺ ദിസ്
ഇത് ഇൻഫിനിറ്റി ഗോൺലെറ്റും ഇൻഫിനിറ്റി സ്റ്റോൺസും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൽ താനോസ് ഉണ്ട്, മെഫിസ്റ്റോ ഉണ്ട്, ഇവിടെ ഉണ്ട് താനോസ്, മെഫിസ്റ്റോ എല്ലാം ഉണ്ട്. സോ ഇത് ഇച്ചിരി പഴയ കോമിക്കാണ്, സൂപ്പർ റയർ. ഞാനിത് ആമസോണിൽ നിന്ന് അടിച്ചാണ്. വില ഇതിന്റെ ബാക്കി കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഞാൻ വാങ്ങിച്ചത് കുറവാണ്. ഇത് കൊടുത്തിരിക്കുന്നത് 2000 ആണ്. ഞാൻ അതിൽ താഴെ കുറഞ്ഞ വിലക്കാണ് വാങ്ങിച്ചത്. ബട്ട് നൈസാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി ലൈക്സ് എനിക്ക് ധൈര്യപൂർവ്വം പറയാം. ബട്ട് ഇത് എന്താ പറയാ, ഇത്തിരി പഴയതാണ്. രജിസ്ട്രേഷൻസ് വൈസ് നല്ലൊരു പഴയ കോമിക്സിന്റെ രജിസ്ട്രേഷൻസ് ആർക്കും ഒരിക്കലും അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇറങ്ങുന്നത് ഗലാക്ടിക്സും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നല്ല ഇതാണ്. ഇലിസ്ട്രേഷൻ സ്റ്റോറി ലൈൻ പക്ക ഡയറക്റ്റ് ആയിട്ട് വായിക്കാവുന്നതാണ്. അഫ്കോഴ്സ് ഇതിന്റെ പിറകിൽ ചില സ്റ്റോറീസ് ഉണ്ട്, പക്ഷെ ഡയറക്റ്റ് വായിച്ചാൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് അടുത്തതും റയർ സാധനമാണ്. വൺ ഓഫ് മൈ പ്രൗഡ് പൊസഷൻസ് ഇൻ മൈ കളക്ഷൻസ്. ഇത് ഈ പടം കാണുമ്പോൾ പലർക്കും മനസ്സിലാകും ഇത് ബുക്കിന്റെ വില ആദ്യം തന്നെ പറയാം. ഇതാണ് ദ പെൻഗ്വിൻ ക്ലാസിക്സ് മാർവൽ കളക്ഷൻ ആണ്. പെൻഗ്വിനും മാർവലും കൊളാബ് ചെയ്യുന്നതാണ് അമേസിംഗ് സ്പൈഡർമാൻ സ്റ്റാൻലി ആൻഡ് സ്റ്റീവ് കളക്ഷൻ. ഇത് ഞാൻ കൊച്ചിയിലെ ഒരു ഇവന്റ് മറന്ന പേര് ഓർമ്മയില്ല, കുറച്ച് വർഷമായി. അതിന് പോയപ്പോ വാങ്ങിയതാണ് ഈ സാധനം. ഈ സാധനം വന്നിട്ട് എന്താ പറയാ, നമുക്ക് ഒരുപാട് സ്പൈഡർമാന്റെ സ്റ്റാൻലി സ്റ്റീവോയുടെ പഴയ ഒരുപാട് സ്റ്റോറീസ്, സ്റ്റോറീസ് ആണ്. ആൻഡ് ഇതിൽ നിങ്ങൾ കാണിച്ചുതരാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, അത് കാണിച്ചുതരാം. കാണിച്ചുതരാം. ഈ ഇതാണ് അമേസിംഗ് ഫാന്റസി #15 എന്ന് പറഞ്ഞ ഈ കോമിക്കിലാണ് ആദ്യമായിട്ട് സ്പൈഡർമാൻ വന്നത്. ആ കോമിക്കാണിത്. കുറച്ച് ആ ഫുൾ സ്റ്റോറി ഇതിന്റെ അകത്തുണ്ട്. ഈ സംഭവം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ റിക്കോർഡ് ചെയ്യാം. ആൻഡ് ഒരുപാട് പഴയ കോമിക് സ്റ്റോറി ലൈൻസ് ഇത് വന്ന് പോകുന്നുണ്ട്. നല്ല നൈസാണ്. പഴയ കുറെ വില്ലന്മാരുടെ ഗ്രീൻ ഗോബ്ലിൻ, ഇത് ഗ്രീൻ ഗോബ്ലിനാണ്. ഗ്രീൻ ഗോബ്ലിനൊക്കെ ഒരുപാട് പഴയ സംഭവം നമുക്ക് കാണാം. ഇനി നമുക്കുള്ളത് സീക്രട്ട് ക്ലാസ് ആണ്. ഇതിനെ കുറച്ച് എന്താ പറയാ, ഇതിന്റെ കുറച്ച് സിനിമ വരെ ഇറങ്ങാൻ പോകുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇത് ആക്ച്വലി നിങ്ങൾ അറിയായിരിക്കും, ഇതല്ല ഒറിജിനൽ. ഇത് 2015 ഇറങ്ങിയ ഒരു റീബൂട്ട് സെറ്റപ്പാണ്. പഴയ സ്റ്റോറീസ് 2000 മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഒറിജിനൽ കോമിക്. സോ ഇതിന് നമ്മൾ ഡോക്ടർ ഡൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ലൊരു കോമിക്കാണ്. ബട്ട് ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു എന്താ പറയാ, സ്നോ ബേർഡ് പോലത്തെ സെറ്റപ്പാണ്. ഇതാ ഡോക്ടർ ഡൂം കണ്ടല്ലോ, ഇതാണ് ഡോക്ടർ ഡൂം. ഡോക്ടർ ഡൂമാണ് ഇതിന്റെ വില്ലൻ. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡോക്ടർ ഡൂം മറ്റേ താനോസിന്റെ കഴുത്തിങ്ങനെ അസ്ഥി കൂടം പിടിച്ചും ഇതാക്കണം, അതൊക്കെ ഇതിലുള്ളതാണ്. ബട്ട് ഈ സംഭവം സ്നോ ബേർഡ് പോലെയാണ് ഇരിക്കുന്നത്. ബട്ട് നൈസാണ്, വായിച്ച് കയറാൻ നൈസാണ്. വായിച്ച് പോകുമ്പോൾ നല്ലതാണ്. ഓഫ്കോഴ്സ് ഒരു 300, 400, 350 പേജ് സംതിങ് ഉണ്ടെന്നാണ് ഇതിന്റെ വായിച്ചതിന്റെ ഓർമ്മ. ബട്ട് നൈസാണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ആദ്യമായിട്ട് പോയി കോമിക് വായിക്കുന്ന ഒരാൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഞാൻ ഒന്നെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക ഒരു അൺവർത്തി തോർ, അല്ലെങ്കിൽ ഡെഡ്പൂൾ ഗിൽസ് മാർവൽസ് അങ്ങനത്തെ സംഭവമായിരിക്കും. ബട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഗോൾഡ് 2 ഐ വുഡ് റെക്കമെൻഡ്. ബട്ട് ഈ സാധനം വായിച്ചാൽ അവർക്ക് പിരാന്തോ. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. സാധനം നല്ലതാണ്. ഒരു ടീം അപ്പ് എല്ലാ അവഞ്ചേഴ്സും കാര്യങ്ങളും വരുന്ന മൾട്ടിവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സെറ്റപ്പാണിത്. ആൻഡ് നൈസാണ്. ഇതിന്റെ വില ഇത് എനിക്കത് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. ഇനി മാർവലില്ല, ഇത് ഓഡയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വന്നിട്ട് നമ്മുടെ പേര് നിഗോഡ മീഡിയ. അത് മലയാളികൾ ഉണ്ടാക്കിയതാണ്. മലയാളികൾ ഉണ്ടാക്കിയ കോമിക്കാണ്. ഇത് ഫസ്റ്റ് ഇഷ്യൂ ആരംഭം, ഇത് സെക്കൻഡ് ഇഷ്യൂ യുദ്ധം. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അൺബോക്സിംഗ് റിവ്യൂ പോലെ. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു മലയാളത്തിന്റെ ഒരു സൂപ്പർ ഹീറോ അല്ല, ഫുള്ളൊരു എന്താ പറയാ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. സൂപ്പർ ഹീറോ അല്ല, നമ്മുടെ ഈ വടക്കം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഫിക്ഷണൽ വേൾഡിൽ നടക്കുന്ന ഒരു സംഭവമാണ് വടക്കം പാട്ട്, കളരി ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 2 ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ഇനി 3, 4, 5 ഇറങ്ങുമെന്നാണ് പറയുന്നത്. ബട്ട് കുറെ നാളെ കേൾക്കുന്നു, ഒരു അപ്ഡേറ്റും ഇല്ല. എനിവേസ് നൈസാണ്. ഇതിനെ എടുക്കണം എന്ന് വിചാരിച്ച മറ്റൊരു ആസ് എ കോമിക് എന്ന് എനിക്ക് പ്രൊമോട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇനി നമുക്കുള്ളത് എന്റെ കയ്യിലുള്ള ഒരേ ഒറ്റ DC കോമിക്കാണ്.
ഇത് വന്നിട്ട് നമ്മളെ ബാറ്റ്മാൻ 3 ജോക്കേഴ്സ് ആണ്. അത് അതിന്റെ ബ്ലാക്ക് ലേബൽ എഡിഷൻ ആണ്. ബാക്കില് നമ്മുടെ ബാറ്റ്മാൻ ഉണ്ട്. സോ ഇതൊരു കവറാണ്, നമ്മുടെ ബ്ലാക്ക് ലേബൽ എഡിഷൻ ആണ്. അത് തുറന്നാൽ ഇതാണ് നമുക്കുള്ളത്. തുറന്നാൽ ഈ ഒരു കവർ. അപ്പൊ ഇത് ഇപ്പൊ എടുത്തേക്കും, പക്ഷെ ഈ സംഭവം ഇഷ്ടപ്പെട്ടില്ല, അതാണ് കവർ ഇട്ടാണ് വെച്ചത്. പക്ഷെ അത് DC ജോക്കർ അങ്ങനത്തെ ഫാൻസിനുള്ളവർക്ക് ഇഷ്ടമാണ്. പക്ഷെ കോമിക് ഞാൻ പറയാം ഒരു രക്ഷയില്ല. സെറ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് സാധനമാണ്. 3 ജോക്കേഴ്സ് ഉണ്ട്. ആ ജോക്കേഴ്സിനെ എങ്ങനെ ബാറ്റ്മാൻ നേരിടുന്നു എന്നതാണ് ഇതിന്റെ പേര്. നമ്മുടെ ജിയോഫ് ജോൺസിന്റെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. ഇതാണ് ഇൻസൈഡ്. DC കോമിക് വേറെ വായിച്ചില്ലെന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് വാങ്ങിക്കാൻ ഇത് ആയില്ല. ഞാൻ പിന്നീട് അവസാനമായിട്ട് വാങ്ങിച്ചൊരു കോമിക് ഐ തിങ്ക് ഇൻഫിനിറ്റി വാർ സംതിങ്. ബട്ട് നൈസ് ആണ്. ഐ വുഡ് റെക്കമെൻഡ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ആയിട്ട് കോമിക് വായിക്കുന്ന ഒരാൾക്ക് ഐ വുഡ് റെക്കമെൻഡ്. ഇപ്പം ഈ അടുത്ത് എന്റെ വീട്ടിലൊക്കെ എന്റെ കസിൻ എടുത്തുകൊണ്ടുപോയി പുള്ളിക്കാരെ വായിച്ചു. അങ്ങനെ ആർക്കും കാഷ്വൽ റീഡിങ് എന്ന രീതിക്ക് വായിക്കാം. പക്ഷെ നമ്മളെ പോലുള്ളവരൊന്നും ഇങ്ങനെയല്ല കാണുന്നത്. നമ്മൾ അത്രയും കോമിക് വേൾഡിലോട്ട് ഡെൽവി ചെയ്തിട്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. മാർവൽ ആയാലും DC ആയാലും എന്താ. ഇനിയുള്ളത് എനിക്ക് വിളിക്കുന്നത് ഇത് സ്റ്റാർ വാർസ് ആണ്. ആക്ച്വലി ഇത് ഞാൻ ലുലുമാളിൽ ഒരു ദിവസം പോയപ്പോൾ അവിടെ ക്രോസ് ഗാർഡിൽ കണ്ടതാണ്. പഴയ സ്റ്റോറിൽ എനിക്ക് സ്റ്റാർ വാർസിനെ കുറിച്ച് വലിയ അറിവില്ല. സോ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം, എനിക്ക് അങ്ങനെ നാണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതിന്റെ ഒരു ഇൻസൈഡ് വ്യൂ ആണ്. സോ ഇതിന്റെ വില കൊടുത്തിട്ടില്ല. വില കൊടുത്തിട്ടുണ്ട് 1,100 ആണ്. സോ ഇത് വന്നിട്ട് എനിക്ക് ഞാൻ വായിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞത് ശരിയില്ല. ബട്ട് സ്റ്റാർ വാർസ് ഞാൻ കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അത്ര ആ യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എന്നാലും ഞാൻ ഒരു ആഗ്രഹം ഇഷ്ടം പോലെ വാങ്ങിച്ചു. ഇനി ഉള്ളത് നമ്മുടെ ഫാൻഡം, അതായത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഫാൻഡം. പുള്ളിക്കാരൻ നമ്മുടെ നടക്കും ഭൂതത്തിന്റെ 3 കോമിക്കാണ്. ഇത് ശക്തി ഇത് റീഗല്. ഈ ശക്തി വാങ്ങിച്ചത്, ഈ ശക്തി കോമിക്സിന്റെ പബ്ലിഷിംഗ് ഞാൻ വാങ്ങിച്ചത് റീഗൽ 2000. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ പഴയ ഇലിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സൂപ്പർ ഹീറോസ്. കാരണം ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആണ് ഫാൻഡം. സോ ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. നല്ല സ്റ്റോറി ലൈനൊക്കെ നല്ല ത്രില്ലിംഗ് ആൻഡ് എൻഗേജിങ് ആണ്. പഴയ സെറ്റ് ടൈറ്റിൽ കണ്ടില്ലേ, ദ ഡെത്ത് ഫ്രം ദ സ്കൈ എന്നൊക്കെ പറഞ്ഞു. ഈ സെറ്റപ്പ്. ഇനി ഇന്ത്യൻ മലയാളിയാണ്. സോ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മിന്നൽ മുരളി കോമിക് ഇറങ്ങിയപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് റിവ്യൂ ചെയ്തത് പലരും ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ബുക്ക് വാങ്ങിച്ച് റിവ്യൂ ചെയ്ത ആദ്യത്തെ ആൾ ഞാനാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ബേസിക്കലി വലിയ സംഭവം അല്ല എന്നല്ല പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കളും മിന്നലും മുരളിയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ വന്ന സാധനമാണ്. ഇത് തന്നെ വിലയില്ല, 300 രൂപയുള്ള ആമസോണിൽ വാങ്ങിയതാണ്. പലരും ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം പലരും ചോദിച്ചു ഇത് എവിടെ കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ഇപ്പൊ ആമസോണിൽ ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 300 രൂപയാണ് ഇതിന്റെ വില. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. മിന്നൽ മുരളിയുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നു. ജീവിതത്തിൽ മീൻസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പാസ്റ്റിൽ നിന്നൊരാളായിരുന്നു. അപ്പൊ ആ ഹീറോ പുള്ളിയുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു. ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാഷ്വലായിട്ട് വായിക്കാവുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞൊരു കോമിക്കാണ്. സോ ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ ഇത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അത്ര ഫുള്ളായിട്ട് വായിച്ചു തീർത്തില്ല. ബട്ട് ഇത് വന്നിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് അസംബിൾ 1 to 8 ഒരു ഓംനിബസ് ആണ്. എഴുതിയിരിക്കുന്നത് ബ്രയാൻ മൈക്കിൾ ബെൻഡിസ്. പുള്ളിക്കാരൻ്റെ ബുക്കാണ്, കോമിക്കാണ്. ഇത് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഒരു ഇൻസൈഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചതല്ല, പുറത്തുനിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാണ്. സോ എനിക്കത് അത്ര പറഞ്ഞാൽ ബെൻഡിസ് ഫാമിലി ഇവരതാണ് അത്ര സെറ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വായിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇനി ഒരു സ്പെഷ്യൽ ബുക്കാണ്. കോമിക് എല്ലാം വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ
വളരെ വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. മാർവൽ സ്റ്റുഡിയോസ് ഫസ്റ്റ് ഇത് ഇറങ്ങിയപ്പോ അങ്ങ് വാങ്ങിച്ചതാണ്. ഇത് റിലീസ് ആയപ്പോ വാങ്ങിച്ചത്. ഇതൊരുമാതിരി എന്താ പറയാ, ഒരു മാർവലിന്റെ ഫുൾ ഒരു ടൈം ലൈൻ അല്ല, ഒരു എൻസൈക്ലോപീഡിയ സെറ്റപ്പ് ആണ്. ഇതിന്റെ പേരിന്റെ ഇതും ഓരോ സിനിമയെ കുറച്ച് അതിന്റെ ഈസ്റ്റർസും, അതായത് അവര് വെക്കുന്ന ഈസ്റ്റർ ഒക്കെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടാവും ഈസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബുക്ക് നിങ്ങൾ വാങ്ങിച്ച ഈസ്റ്റർ എക്സ് ഒക്കെ കുറച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഒരാൾ ഹെൽപ്പ് ആവും. ഇതിന്റെ വില ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്, ബട്ട് ഇതിന്റെ വില കൊടുത്തിട്ടില്ല. ഇത് ഇമ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. ആൻഡ് ഹിന്ദിയാണ്. ഇത് കോമിക്കില്ല, ബട്ട് എൻ്റെ ഏറ്റവും വലിയ കൊമ്പനി പൊങ്ങുന്നില്ല. എക്സ്പെൻസീവ്, വെയിറ്റ് ആണ് ഈ സാധനം. ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതാണ്, പക്ഷെ ഇത് 2 ഇരങ്ങളും കാണും. ഇതും ആക്ച്വലി ഇതിത്തിരി പുതിയ ബുക്കാണ്, 1 വർഷമൊക്കെ ആയിട്ടാണ് റിലീസ് ആയിട്ട്. ഇത് വന്നിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ആയിട്ടാണ്. മാർവൽ സ്റ്റുഡിയോസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആൻഡ് ഒഫീഷ്യൽ ടൈം ലൈൻ എന്ന് പറയുന്ന ബുക്കാണ്. ഈ ബുക്ക് വന്നിട്ട് എനിക്ക് എന്റെ ഏറ്റവും കളക്ഷന്റെ ഏറ്റവും എക്സ്പെൻസീവ് സംഭവം അസറ്റ് ആണിത്. 3,000 സംതിങ് ആയി. അപ്പൊ ഫണ്ട് ഉണ്ടായി, അപ്പൊ മേടിച്ചതാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വാങ്ങണം. ആ ടൈമില് ഇത് ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സും ഇത് വാങ്ങുന്നുണ്ടായിരുന്നു. സോ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. സോ ആ ടൈമിൽ പൈസ സെറ്റ് വാങ്ങിച്ചു. ഇത് ആക്ച്വലി ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ്. ഇത് എനിക്ക് ഇതിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുത്ത് ഇത് വരാൻ. ഇത് ആമസോണിലുള്ളത്, പിന്നെ പോസ്റ്റിൽ വന്നു, കുറെ അവിടെ ഡൈവേർട്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ത്യൻ പോസ്റ്റ് നല്ല സർവീസ് ആയിരുന്നു. ആൻഡ് ഓൾസോ ആമസോൺ വഴി സപ്പോർട്ട് ആയിരുന്നു. അതിന്റെ സെല്ലർ, ആമസോണിൽ സെല്ലർ വന്നിട്ട് അവരാണ് നല്ല സപ്പോർട്ട് ആയത്. ഇന്ത്യ പോസ്റ്റും ആ സെല്ലർ നല്ലതുപോലെ കോപ്പറേറ്റ് ചെയ്യുന്നു. ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. സോ ഇത് വന്നിട്ട് ഇതൊരു ടൈം ലൈൻ ബുക്കാണ്. ഇന്ന സമയത്ത് എന്ത് നടന്നു എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റപ്പാണ്. അതായത് നമ്മുടെ ഗെയിമിന്റെ വരെ ഫാർ ഫ്രം ഹോമിന്റെ കാര്യങ്ങൾ വരെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഫേസ്ബുക്കിന് ശേഷം ഉള്ള കാര്യങ്ങൾ വരെ ശരിയാക്കാത്തത്. പിന്നെന്താ പറയാ, ടൈം ലൈൻ ബുക്കാണ്. ഇത് കുറച്ചുകൂടി ഒരു ചെറുതായിട്ട് ആ ടൈം ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം എന്താ പറയാ, എന്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാട്ടിഫ് വരെയുള്ള കാര്യം അതെ വാട്ടിഫ് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഇതാണ് ഒരു വശം. ഇതില് ഒരു ഗൈഡ് തന്നെയുണ്ട്, ഹൗ ടു യൂസ് ദിസ് ബുക്ക്. അതായത് ഓരോ സൂപ്പർ ഹീറോസിനും ഓരോരോ സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അത് നൈസ് ആയിട്ടുള്ള സാധനമാണ്. ബട്ട് ഇത് കോമിക് അല്ല. ഇപ്പോഴേ പറയാം, ഇത് കോമിക് അല്ല. ഇതൊരു ലൈക്ക് എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ മാർവലിനെ കുറച്ച് നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വായനാശീലം ഒരുപാടുള്ളവർക്കും പറഞ്ഞിട്ടുള്ള സാധനമാണ്. ബട്ട് ഞാൻ വായിച്ച ഒരു പകുതി 3/4 ഭാഗം വായിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് 400 പേജിന് മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ 2-2.5 കിലോ ഉണ്ട് ഈ സാധനം. That was my comic book collection video. എനിക്ക് ബുക്ക് കളക്ഷൻ കൂടുതൽ വാങ്ങാൻ പറ്റട്ടെ, നിങ്ങൾക്കും വാങ്ങാൻ പറ്റട്ടെ. ഇതുവരെ ഒരു കോമിക് പോലും വായിക്കാൻ പറ്റട്ടെ. ഓൺലൈനായിട്ടൊക്കെ വായിക്കുന്നവർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോമിക് വായിക്കാൻ പറ്റട്ടെ അത് ആശംസിക്കുന്നു. ഇനിയും ഞാൻ കോമിക് വായിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ ഇതിന്റെ ഒരു 10-20 ഇരട്ടിയാകുമ്പോൾ ഒരു കാശ് വീഡിയോ കാര്യങ്ങൾ വീണ്ടും ചെയ്യാം. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ എനിക്ക് പങ്കുവെക്കാനുണ്ടാകുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീണ്ടും അതൊരു സൂപ്പർ ഹീറോസ്.